الحمد لله الحمد لله رب العالمين الذي رضي لنا الإسلام دينا وأتم علينا النعمة وأكمل الدين وهدانا إلى التوحيد الخالص وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിശ്വാസികൾ, നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ടും സൂക്ഷിച്ചുകൊണ്ടും ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരുമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരിൽ ഉൾപ്പെടണമെന്ന് ഉപദേശിക്കുകയും വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. മുഴുവൻ മേഖലകളിലും റബ്ബിനെ സൂക്ഷിച്ച് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെട്ട് ബർസഖിൽ വിജയിച്ച് പരലോകത്ത് വിചാരണയിൽ വിജയിച്ച് ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം കരസ്ഥമാക്കുന്നവരിൽ നാഥൻ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരം ഈ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ ആയുസ് അവസാനിക്കുമ്പോൾ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് റൂഹിനെ പിടിക്കുകയും ഭൂമിയിൽ നല്ല നിലയിൽ വർത്തിച്ച മനുഷ്യരുടെ റൂഹിനെ ഒരു കൂജയിൽ നിന്നും വെള്ളമൊഴിക്കുന്നത് പോലെ വളരെ ലളിതമായി സമാധാനത്തോടുകൂടി മലായിക്കത്തുകൾ ആ റൂഹിനെ കൊണ്ടുപോകുമെന്നും ആ റൂഹിനെ മലക്കുകൾ ഓരോ ഇടങ്ങളിലും സ്വാഗതം ചെയ്ത് അതിനെ പിന്തുടരും എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. ഭൂമിയിൽ സ്വാലിഹീങ്ങളുടെ പാതയിൽ, സജ്ജനങ്ങളുടെ പാതയിൽ പ്രവാചകന്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച് ജീവിക്കുമ്പോൾ ആ ജീവിതം അതിൻ്റെ അവസാനത്തിൽ അത് വളരെ എളുപ്പമുള്ളതും മധുരമുള്ളതുമാകും എന്ന കാര്യമാണ് നമ്മൾ വിശദീകരിച്ചത്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യന്, എല്ലാ മനുഷ്യർക്കും അല്ലാഹു തആല അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഒരേപോലെ നൽകും.
അല്ലാഹ് ദൈവമില്ല എന്ന് നിഷേധിക്കുന്നവർക്കും അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വാസികൾക്കും ഒരേ തോതിൽ തന്നെയാണ് അല്ലാഹു തആല ഓരോ പ്രദേശത്ത് മഴയിറക്കുമ്പോൾ വെള്ളമിറക്കുമ്പോൾ അല്ലാഹു തആല നൽകുന്നത്. ചിലപ്പോഴൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ വാരിക്കൊടുക്കുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ മരണത്തോടുകൂടി അതെല്ലാം അവസാനിക്കുമെന്നുള്ളതാണ്. പിന്നീട് അങ്ങോട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അല്ലാഹുവിൽ വിശ്വസിച്ചവരെയും അവിശ്വസിച്ചവരെയും വേർതിരിച്ചുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പിന്നെ അല്ലാഹു തആല നീക്കുപോക്ക് ചെയ്യുന്നത്. അതിൽ സത്യവിശ്വാസികളായ ആളുകളുടെ മരണത്തെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. ദുർമാർഗികളായി സത്യവിശ്വാസം വിശ്വസിക്കാതെ അല്ലാഹുവിനെ ധിക്കരിച്ച് പരലോകത്തെ ധിക്കരിച്ച് ഫാസിഖീങ്ങളായി പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റാതെ നമസ്കാരവും നോമ്പും തുടങ്ങിയ ഇബാദത്തുകളെല്ലാം അതിനെയൊക്കെ വളരെ ലാഘവത്തോടെ കണ്ട് അതിനെയെല്ലാം നിരസിച്ച് ജീവിക്കുന്ന ദുർമാർഗികളായ ആളുകളുടെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലക്കുൽ മൗത്ത് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ അതിനെ എപ്രകാരമാണ് സ്വീകരിക്കുന്നത് എന്ന കാര്യമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. 79-ാം അധ്യായം സൂറത്തുൻ നാസിയാത്തിന്റെ തുടക്കത്തിൽ അല്ലാഹു തആല പറയുന്നു വന്നാസിആതി ഗറഖൻ. ആ ഒരു ആത്മാവിനെ, അവിശ്വാസികളായ ആത്മാവിനെ, അവരുടെ ആത്മാക്കളെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെ ഊരിയെടുക്കുന്നത് തന്നെയാണ് സത്യമെന്ന് അല്ലാഹു തആല അതിനെ സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്തുൻ നാസിയാത്ത് തുടങ്ങുന്നത്. എങ്ങനെയാണ് ആ ആളുകളുടെ ആത്മാവിനെ അല്ലാഹു തആല വലിച്ചെടുക്കുന്നത് എന്ന് 8-ാം അധ്യായം സൂറത്ത് അൻഫാലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നുണ്ട്. വലൗ തറാ ഇദ് യതവഫൽ ലസീന കഫറൂ. അവിശ്വാസികളായ സത്യനിഷേധികളായ ആളുകൾ അവരുടെ മരണവേളയിലെ സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിൽ ആ സമയത്ത് അല്ലാഹുവിൻ്റെ മലായിക്കത്തുകൾ അൽ മലായിക്കത്തു യളറബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖങ്ങളിലും അതേപോലെ അവരുടെ പിൻവശങ്ങളിലും അവരെ മലായിക്കത്തുകൾ ശക്തമായി അടിച്ചുകൊണ്ടാണ് അവരെ മരിപ്പിക്കുന്നത്. ആ സന്ദർഭം നീ കണ്ടിരുന്നുവെങ്കിലെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുകയാണ്. വസൂഖു അദാബൽ ഹരീഖ് ദാലിക ബിമാ ഖദ്ദമത് ഐദീകും വഅന്നല്ലാഹ ലൈസ ബിളമിൻ ലിൽ അബീദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നോട് ഏതെങ്കിലും നിലക്കുള്ള അനീതിയല്ല ഇവിടെ കാണിച്ചത്, മറിച്ച് നിന്റെ കൈകൾ മുൻകൂട്ടി പ്രവർത്തിച്ചതിന്റെ കാരണം കൊണ്ടാണ് എന്ന് മലായിക്കത്തുകൾ പറയും. എന്നിട്ട് അവർ പറയും വസൂഖു അദാബൽ ഹരീഖ്. നിന്റെ കൈകൾ മുൻകൂട്ടി മുമ്പ് പ്രവർത്തിച്ചതിനൊക്കെയും ബദലായി, അതിന് പകരമായി നിനക്ക് ജ്വലിക്കുന്ന നരകാഗ്നിയുടെ ശിക്ഷ നീ ആസ്വദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മലായിക്കത്തുകൾ ആ ആത്മാവിലേക്ക് സമീപിക്കുക എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ 8-ാം അധ്യായം സൂറത്ത് അൻഫാലിന്റെ 50-51 വചനങ്ങളിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച വിശദീകരിച്ച നല്ല ആത്മാവിനെ അല്ലാഹുവിലേക്ക് സ്വീകരിക്കുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ച ആ ഹദീസിന്റെ ബാക്കിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ തുടർച്ചയായിക്കൊണ്ട് സ്വഹാബികൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾ സ്വഹാബികൾ പ്രവാചകനെ ശ്രവിച്ചൊരു രൂപം നമ്മൾ വിശദീകരിച്ചിരുന്നു. തലയിലൊരു പക്ഷിയിരിക്കുന്നത് പോലെ വളരെ ജാഗ്രതയോടുകൂടി അനങ്ങാതെ പ്രവാചകനെ ശ്രവിച്ച് അവരവിടെ ഇരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നുകൊണ്ട് മോശം ആത്മാക്കളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. വഇന്നൽ അബ്ദൽ കാഫിർ, കാഫിറായ ഒരു അടിമയുടെ, കാഫിറായ ഒരു മനുഷ്യന്റെ അവസ്ഥ ഇദാ കാന ഇൻഖിതാഇൻ മിനദ് ദുനിയ വൽ ഇഖ്ബാലിൻ മിനൽ ആഖിറ. ആ അവിശ്വാസിയായ ആളുടെ ഐഹിക ജീവിതത്തിന്റെ അവസാനവും പാരത്രിക ലോകത്തിന്റെ തുടക്കവുമായി കഴിഞ്ഞാൽ, അതാ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നസല ഇലൈഹി
മിനസ്സമാഇ മലായികത്തുൻ സൂദുൽ വുജൂഹി മഅഹുമുൽ മസൂഹു. അതാ അവിടെ ആകാശത്ത് നിന്ന് വളരെ ഇരുണ്ട മുഖമുള്ള, വളരെ ഭീകരമുഖമുള്ള, കറുത്ത് ഇരുണ്ട മുഖമുള്ള മലായികത്തുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരികയും കണ്ണെത്താ ദൂരത്ത് വരെ അത് നിറഞ്ഞു നിൽക്കുകയും അതേപോലെ ആ മലായികത്തുകളുടെ കയ്യിൽ കരിമ്പടം, കറുത്ത വളരെ പരുഷമായ പരുപരുക്കൻ കരിമ്പടവുമായി കൊണ്ടാണ് ആ മലായികത്തുകൾ കടന്നു വരിക എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, സുമ്മ യജിഉ മലക്കുൽ മൗതി ഹത്താ യജ്ലിസു ഇൻദ റഅസിഹി. അങ്ങനെ മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് ആ ആത്മാവിൻ്റെ, ആ അടിമയുടെ, ആ മനുഷ്യന്റെ തലയുടെ ചാരെ വന്നിരിക്കും. എന്നിട്ട് ഇപ്രകാരം പറയും, ഇഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹ്, ഇഖ്റുജി ഇലാ സഖ്തിൻ മിനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപത്തിലേക്ക്, ദേഷ്യത്തിലേക്ക് നീ പുറത്തേക്ക് വരിക, പുറപ്പെട്ടു വരിക എന്ന് ആ ആത്മാവിനോട് മലക്കുൽ മൗത്ത് പറയുമെന്നുള്ളതാണ്. അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, അല്ലയോ മ്ലേച്ഛമായ ആത്മാവേ, അല്ലയോ മ്ലേച്ഛമായ ആത്മാവേ, നീ അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക്, അള്ളാഹുവിൻ്റെ ദേഷ്യത്തിലേക്ക് നീ കടന്നു വരിക. യഖ്റുജു ഇലാ സഖ്തിൻ മിനല്ലാഹ്, അള്ളാഹുവിൻ്റെ കോപത്തിലേക്ക് കടന്നു വരിക എന്ന് ആ ആത്മാവിനോട് ആ മലക്കുൽ മൗത്ത് പറയുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഫതഫറഖ ഫീ ജസ്ദിഹി. അങ്ങനെ ആ സമയത്ത് ആ ആത്മാവ് ശരീരത്തിലേക്ക് തന്നെ ഉൾവലിയും, പുറത്തേക്ക് വരാൻ ഭയപ്പെടും, ശരീരത്തിലേക്ക് തന്നെ ഉൾവലിയും എന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ വിശദീകരിക്കുകയാണ്, ഫയൻതസിഉഹാ കമാ യൻതസിഉ സഫൂദ മിനസ്സൂഫിൽ മബ്ലൂലി ഫയഖുദുഹാ. അങ്ങനെ മലായികത്തുകൾ, മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ പിടിക്കുക. നനഞ്ഞ പഞ്ഞിക്കെട്ടുകൾ, ആ നനഞ്ഞ പഞ്ഞിക്കെട്ടുകൾ, ഒരുപാട് കൊളുത്തുകളുള്ള കുന്തങ്ങൾ, ആ കുന്തങ്ങളിലേക്ക് ആ പഞ്ഞിക്കെട്ട് വലിച്ചെടുക്കുന്നത് പോലെ പ്രവാചകന്റെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, ലർഖദ് മരം, മുൾച്ചെടിയിൽ നനഞ്ഞ പഞ്ഞികൾ കുടുങ്ങിക്കിടക്കുമ്പോൾ ആ നനഞ്ഞ പഞ്ഞികൾ വലിച്ചെടുക്കുന്നത് പോലെ അത്രയും പരുഷമായി കൊണ്ട് ആയിരിക്കും മലായികത്തുകൾ, മലക്കുൽ മൗത്ത് ആ ആത്മാവിനെ വലിച്ചെടുക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്നിട്ട് ആ കരിമ്പടത്തിൽ ആ റൂഹിനെ, ആ ആത്മാക്കൾ പൊതിയും. എന്നിട്ട് ഈ ഭൂമിയിലെ ഏറ്റവും വളരെ മോശമായ ഒരു സുഗന്ധം കൊണ്ട് ആ ആത്മാവിനെ പിന്നീട് പുറത്തു കൊണ്ടുവരും. ചീഞ്ഞളിഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്, വയഖ്റുജു മിൻഹാ കഅൻതനി റീഹി ജീഫത്തിൽ വുജൂദി അലാ വജ്ഹിൽ അർള്. ഭൂമിയിൽ കാലങ്ങളോളം ചീഞ്ഞളിഞ്ഞ് കിടക്കുന്ന ശവങ്ങളിൽ നിന്നും പുറത്തു വരുന്ന ദുർഗന്ധം പോലെ ആ ആത്മാക്കളിൽ നിന്നും ദുർഗന്ധം വന്നുകൊണ്ടേയിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ആ റൂഹിൽ നിന്നും അത്തരത്തിലുള്ള ദുർഗന്ധം വരുമെന്നുള്ളതാണ്. ഫയസ്അദൂന ബിഹാ ഫലാ യമറൂന ബിഹാ അലൽ മലഇ മിനൽ മലായികതി ഇല്ലാ ഖാൽ മാ ഹാദർ റൂഹുൽ ഖബീസ്. അങ്ങനെ ആ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം അതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും. ആ മ്ലേച്ഛാവസ്ഥയിൽ ആകാശത്തിലേക്ക് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ അവിടെയുള്ള മലായികത്തുകൾ വിളിച്ചു ചോദിക്കും, മാ ഹാദർ റൂഹുൽ ഖബീസ്, ഏതാണ് ഈ മ്ലേച്ഛമായ റൂഹ്, ഈ മ്ലേച്ഛമായ ഈ ആത്മാവ്, ഇത് ആരുടേതാണ് എന്ന് പറയപ്പെടുമെന്നുള്ളതാണ്. ഫയഖൂലു ഫുലാൻ ഇബ്നു ഫുലാൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നല്ല ആത്മാവിന്റെ പേരുകൾ മലായികത്തുകളോട് മലക്കുൽ മൗത്ത് ഇന്നയാളുടെ മകൻ, ഇന്നയാളെന്നുള്ള രൂപത്തിൽ പറയപ്പെടുന്നത് പോലെ ഈ അവസ്ഥയിലും ചീത്ത ആത്മാക്കളുടെ റൂഹിനെയും ഉപ്പയുടെ പേര്, പിതാവിന്റെ പേര് ചേർത്തുകൊണ്ട് മലായികത്തുകൾ പരിചയപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. അങ്ങനെ ആകാശത്തിന്റെ തൊട്ടടുത്ത ഭൂമിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആകാശത്തിലേക്ക് എത്തുമ്പോൾ ആ സമയത്ത് ഹത്താ യുൻതഹ ബിഹാ ഇലാ സമാഅ ദുനിയ
ഫയസ്തഫ്തഹു ലഹു ഫലാ യുഫ്തഹു ലഹു. തുറക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും. ആ ആത്മാവുമായി മലക്കുൽ മൗത്ത് കടന്നു ചെല്ലുമ്പോൾ ആകാശത്തിന്റെ വാതിലുകൾ തുറക്കാൻ വേണ്ടി മലക്കുൽ മൗത്ത് ആവശ്യപ്പെടുമെങ്കിലും ആ ആകാശത്തിന്റെ വാതിലുകൾ ആ ആത്മാവിന് മുമ്പിൽ തുറക്കപ്പെടുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അഅറാഫിലെ 40-ാമത്തെ ആയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്യുകയാണ്. ലാ തുഫത്തഹു ലഹുമുൽ അബ്വാബസ് സമാഇ വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജിൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്. ഒരു ഒട്ടകം ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്ന സമയം എപ്പോഴാണോ ഉണ്ടാവുക, അതുപോലെ ആ ഒരു അവസ്ഥയുണ്ടാകുന്നത് വരെ ആ മലായിക്കത്തുകൾ അവരിലേക്ക്, ആ ആത്മാക്കൾക്ക് ആകാശത്തിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. ഒരിക്കലും സാധ്യമാകാത്തൊരു കാര്യമാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്ത സൂറത്ത് അഅറാഫിലെ 40-ാമത്തെ സൂക്തം. ഒരു വലിയ ഒട്ടകം ചെറിയ സൂചിയുടെ ദ്വാരത്തിലൂടെ കടന്നു പോവുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ്. അതുപോലെ അസാധ്യമായ ഒരു കാര്യമാണ് മ്ലേച്ഛമായ ആത്മാവ് ആകാശങ്ങളിലേക്ക് മലായിക്കത്തുകളുടെ റഹ്മത്തുകൾ തേടിക്കൊണ്ട് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് കടന്നു ചെല്ലുക എന്നുള്ളത് അസാധ്യമായ കാര്യമാണ് എന്നുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മെ ഉണർത്തുന്നത്, ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെ മലക്കുൽ മൗത്തിനോട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഫയഖൂലുല്ലാഹു അസ്സ വജൽ ഇക്തബു കിതാബഹു ഫിസ്സിജ്ജീൻ. സിജ്ജീനിൽ അവന്റെ രേഖകളെ രേഖപ്പെടുത്തി വെക്കുക. ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള സിജ്ജീനിൽ അവന്റെ രേഖകളെ രേഖപ്പെടുത്തി വെക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുൽ മൗത്തിനോട് കൽപ്പിക്കുമെന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും വിശുദ്ധ ഖുർആന്റെ ഒരു വചനം പാരായണം ചെയ്യുകയാണ്. വമൻ യുശ്രിക് ബില്ലാഹ് ഫകഅന്നമാ ഖറ മിനസ് സമാഇ. ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുന്ന പക്ഷം, ശിർക്ക് ചെയ്യുന്ന പക്ഷം, അവൻ ആകാശത്ത് നിന്ന് വീണത് പോലെയാകുന്നു. പക്ഷികൾ അവനെ റാഞ്ചിക്കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കാറ്റ് വന്ന് അവനെ വിദൂരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. ഇതുപോലെയാണ് ചീത്ത ആത്മാവിന്റെ അവസ്ഥ. അള്ളാഹുവിൽ പങ്കു ചേർത്ത് ശിർക്ക് ചെയ്ത് അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ച് അവരോട് സഹായം തേടി അവരോട് ഇസ്തിആസ് നടത്തി ആ ശിർക്കിനെ മൗനാനുവാദം നൽകി ആ ശിർക്കൻ പ്രവണതകൾക്ക് നമ്മൾ കൂട്ടുനിന്നിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ വളരെയധികം ഭയപ്പെടണം. അത്തരത്തിൽ ശിർക്ക് ചെയ്തവന്റെ അവസ്ഥയെ പോലെ ആ ആത്മാവിന്റെ അവസ്ഥയും വിദൂരതയിലേക്ക് അതിനെ കൊണ്ടുപോകുമെന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വചനം പാരായണം ചെയ്തുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ രൂപത്തിലാണ് ചീത്ത ആത്മാവിന്റെ അവസ്ഥ എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഭൂമിയിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന് എതിരായിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ, ആ നിലയിൽ നമ്മുടെ ആത്മാവിനെയും ഈ രൂപത്തിലായിരിക്കും പിടിക്കപ്പെടുക എന്നുള്ളതിൻ്റെ വളരെയധികം ഗൗരവം നമ്മൾ കാണണം എന്നുള്ളത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി നമ്മോട് പറഞ്ഞ കാര്യമുണ്ട്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ കെട്ടി ഉയർത്തപ്പെട്ട വലിയ വലിയ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ ഒളിച്ചിരുന്നാലും, അവിടങ്ങളിൽ ആ കോട്ടകൾക്കുള്ളിൽ ഉയർത്തപ്പെട്ട ആ കോട്ടകൾക്കുള്ളിൽ നിങ്ങൾ ഭദ്രമായി കിടന്നാലും മരണമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങളെ പിടികൂടുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് നിലയിലും മരണം നമ്മെ കൊണ്ടുപോവുക തന്നെ ചെയ്യും. കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ച നല്ല ആത്മാവിന്റെ മരണം, ഇപ്പോൾ നമ്മൾ സൂചിപ്പിച്ച ചീത്ത ആത്മാവിന്റെ മരണം, ഇതിലേതാണ് നാം തെരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം ആലോചിക്കുകയും ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ പുനർക്രമീകരിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നാം ഏർപ്പെടുകയും ചെയ്യണമെന്നുള്ളതാണ്. ഏതായിരുന്നാലും
ഏതായിരുന്നാലും മരണമെന്നുള്ളത് നമ്മുടെ അടുക്കലേക്ക് വരിക തന്നെ ചെയ്യും. കെട്ടി ഉയർത്തപ്പെട്ട കോട്ടകൾക്കുള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും ആ മരണമെന്ന യാഥാർത്ഥ്യം നമ്മളെ പിന്തുടർന്ന് വരുമെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ കണ്ടു, വലിയ വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ, അതിൻ്റെ മുകളിലെ ഏറ്റവും മുകളിലെ റൂഫ് ടോപ്പിലെ സ്വിമ്മിംഗ് പൂളിൽ ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടങ്ങളിൽ ഭൂമി കുലുക്കമുണ്ടായി. ചെറിയൊരു കുലുക്കമുണ്ടായ സമയത്തെ ആ കെട്ടിടങ്ങളിലുള്ള ആളുകൾ പോലും ഭയപ്പാടിൽ അവിടെ നിന്ന് ആ ഉല്ലാസത്തിൽ നിന്നും മാറി നടന്നുവെങ്കിൽ ആ മരണമെന്നുള്ള യാഥാർത്ഥ്യം നമ്മളെയും തേടി വരുമെന്നുള്ളത് അത് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. ദൈവനിഷേധികളായ ആളുകൾ പോലും നിഷേധിക്കാത്ത യാഥാർത്ഥ്യമാണ് മരണം. പക്ഷേ ആ മരണത്തോടുകൂടി ആരംഭിക്കുന്നൊരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മൾ ആ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നാം ഓരോരുത്തരും സ്വയം നമ്മളോട് തന്നെ സ്വയം ചോദിച്ച് ആ ജീവിതത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്യുക, നന്മയുടെ വക്താക്കളാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വിശദീകരിച്ചതുപോലെ ചീത്ത മരണത്തിൽ നിന്നുമെല്ലാം നമ്മെ കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅലാ സ്വഹാബത്തിഹി അജ്മഈൻ. അബഅദ്. ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മലായിക്കത്തുകൾ മലക്കുൽ മൗത്ത് ചീത്താത്മാവിനെ എപ്രകാരമാണ് പിടികൂടുക എന്നതാണ് നാം വിശദീകരിച്ചിട്ടുള്ളത്. മരണം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അന്ത്യമല്ല, ജീവിതത്തിൻ്റെ തുടക്കമാണ്. നമ്മൾ മരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഇടത്തേക്കും തീരുമാനിച്ച സമയത്തേക്കും നമ്മെ എത്തിക്കുമെന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ യമൂത ബിഅർളിൻ ജഅലഹു ഇലൈഹാ ഹാജ ഔ ഖാല ബിഹാ ഹാജ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്നാണ് വിധിച്ചതെങ്കിൽ, അള്ളാഹുവിൻ്റെ ഖളാ, അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിൻ്റെ വിധി അപ്രകാരമാണ് എങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ കാരണമുണ്ടാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ അദ്ദേഹത്തെ എത്തിക്കും എന്നുള്ളതാണ്. അങ്ങനെയുള്ള എത്രയെത്ര സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആളുകളെക്കുറിച്ച് നമ്മൾ അപ്രകാരം പറയാറുണ്ട്, അങ്ങോട്ട് പോയിരുന്നില്ലായിരുന്നുവെങ്കിൽ, അങ്ങോട്ട് ചെന്നില്ലായിരുന്നുവെങ്കിൽ അവൻ ഇരുചക്ര വാഹനത്തിന് പകരം 4 ചക്ര വാഹനമെടുത്തായിരുന്നു പോയിരുന്നത് എങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പല ആളുകളുടെ മരണത്തെ സംബന്ധിച്ച് നമ്മൾ പറയാറുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച ഒരിടമുണ്ട്, അല്ലാഹു തആല തീരുമാനിച്ച ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് അല്ലാഹു തആല നമുക്കൊരാവശ്യം ഇട്ട് തന്നുകൊണ്ട് അങ്ങോട്ട് അല്ലാഹു തആല നമ്മെ എത്തിക്കുമെന്നാണ് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുന്നത്, പഠിപ്പിക്കുന്നത്. അങ്ങനെ മരണപ്പെട്ട് കഴിഞ്ഞ് ജനാസയ്ക്ക് വേണ്ടി നാട്ടുകാർ, വീട്ടുകാർ, വിശ്വാസികൾ അവരോടുള്ള കടമകളൊക്കെ നിറവേറ്റി അവരെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്തോ അതല്ലെങ്കിൽ മയ്യത്ത് കട്ടിൽ വെച്ച് ചുമന്നു കൊണ്ടുപോകുന്ന നേരത്തോ ആ സമയത്ത് മയ്യത്ത് കട്ടിലുള്ള മയ്യത്ത് വിളിച്ചു പറയുന്ന ചില കാര്യങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുകയാണ്, വഇദാ വുളിയത്തിൽ ജനായിസ് വഹ്തമിലഹ الرجال അലാ അഅനാഖിഹിം. നിങ്ങൾ ഒരു മയ്യത്ത് കട്ടിലിൽ വെച്ച് അവരെ പുരുഷന്മാർ ചുമലിലേറ്റിക്കൊണ്ട് പുറപ്പെട്ട് കഴിഞ്ഞാൽ ആ സമയത്ത്
ഫഇൻ കാനത് സ്വാലിഹത്തൻ, അത് സുകൃതം ചെയ്ത സ്വാലിഹീങ്ങളിൽപ്പെട്ട നല്ല ഒരു ആത്മാവാണ് എങ്കിൽ ഖാലത് ഖദ്ദിമൂനി, ആ ആത്മാവ് പറയും ഖദ്ദിമൂനി, ഈ ആത്മാവ് എന്നെ വേഗം കൊണ്ടുപോവുക എന്ന് ഈ ആത്മാവ് വിളിച്ചു പറയുമെന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു വഇൻ കാനത് ഗൈറ സ്വാലിഹത്തിൻ, അതിന് സ്വാലിഹായ മയ്യത്തല്ല, മ്ലേച്ഛമായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ജീവിച്ചയാളാണ് എങ്കിൽ ഖാലത് യാ വൈലഹാ ഐന യസ്ഹബൂന ബിഹാ, ആ ആത്മാവ്, അത്തരത്തിൽ മ്ലേച്ഛമായ ആത്മാവ് വിളിച്ചു പറയും യാ വൈലതാ, എന്റെ കഷ്ടമേ, എന്റെ നാശമേ, ഐന യസ്ഹബൂന ബിഹാ, എന്നെ കൊണ്ട് എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്ന് ആ ആത്മാവ് വിളിച്ചു പറയുമെന്നുള്ളതാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെയുള്ള മുഴുവൻ ജീവജാലങ്ങളും ആ ശബ്ദം കേൾക്കുമെന്നാണ്, ആ മയ്യത്തുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേൾക്കുമെന്നാണ്. യാ വൈലതാ യസ്ഹബൂന എന്ന് സ്വാലിഹല്ലാത്ത മ്ലേച്ഛമായി ജീവിച്ച മ്ലേച്ഛ ആത്മാവിന്റെ ഉടമകൾ പറയുന്നതും എന്നെ വേഗം ഖദ്ദിമൂനി, എന്നെ വേഗം കൊണ്ടുപോയെന്ന് സ്വാലിഹായ ആത്മാവ് പറയുന്നതും മനുഷ്യരല്ലാത്ത മുഴുവൻ ജീവജാലങ്ങളും കേൾക്കുമെന്നുള്ളതാണ്. വലൗ സമിഅഹു സഅഖ, അത് അങ്ങാനും മനുഷ്യർ കേട്ടിരുന്നുവെങ്കിൽ അവൻ ബോധരഹിതനായി പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഉണർത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഈ രൂപത്തിൽ നമ്മുടെ ജനാസകൾ ഇന്നോ നാളെയോ കൊണ്ടുപോകുമ്പോൾ ഖദ്ദിമൂനി എന്ന് പറയുന്ന കൊണ്ടുപോകുന്ന നല്ല ആത്മാക്കളിൽ ഉൾപ്പെടാനുള്ള പരിശ്രമങ്ങളാണ് ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ മരണാസന്നമായി നമ്മൾ കിടക്കുന്ന നേരത്ത് നമ്മുടെ നാവുകളിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഉരുവിടലുകൾ ഉണ്ടാകണമെങ്കിൽ, ആ രൂപത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാകണം. ആ നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന ഒരു ജീവിതം ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് സ്വാലിഹീങ്ങളായ ഒരു പര്യവസാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. ജീവിതത്തെ ആ രൂപത്തിൽ ധന്യമാക്കാൻ നമുക്ക് സാധിക്കണം. മരണത്തെ സംബന്ധിച്ച് കേൾക്കുമ്പോൾ ഈ ഹദീസ് വിശദീകരിക്കുന്ന സമയത്ത്, നേരത്തെ നമ്മൾ വിശദീകരിച്ച ഹദീസ് പറയുന്ന സമയത്ത് പ്രവാചകന്റെ സ്വഹാബ കേട്ടിരുന്നത് പോലെ വളരെ ഗൗരവത്തിൽ അവർ കേട്ടിരുന്നു. അവർ കേട്ടിരിക്കുക മാത്രമല്ല ചെയ്തത്, ശേഷം മരണത്തെ സംബന്ധിച്ചുള്ള ഒരു ജീവിതത്തെ, അതിനുശേഷമുള്ളൊരു ജീവിതത്തെ നന്നാക്കുവാനുള്ള പ്രയത്നങ്ങൾ അവർ പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. ആ രൂപത്തിലുള്ള പ്രയത്നങ്ങൾ നടത്തുവാൻ നമുക്ക് സാധിക്കണം. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വരുന്ന ഞായറാഴ്ച കാക്കനാട് പ്രിയദർശിനി ഹാൾ വെച്ചിട്ട് കാക്കനാട് ISM മണ്ഡലത്തിന്റെ കീഴിൽ നടത്തപ്പെടുന്ന ഇസ്തിഖാമ, ഈ പ്രാവശ്യം ചർച്ച ചെയ്യുന്ന വിഷയം മഹ്ശറുമായി ബന്ധപ്പെട്ട്, നമ്മുടെ വിചാരണയുടെ ദിവസവുമായി ബന്ധപ്പെട്ട വളരെ ഡീപ്പായിക്കൊണ്ടുള്ള, വളരെ ആഴത്തിലുള്ള ഒരു പഠനാർഹമായ ക്ലാസ്സാണ്. അതിലെല്ലാ ആളുകളും പങ്കെടുക്കണമെന്ന് വളരെ അധികം അഭ്യർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ, അറിയാൻ, ആ മഹ്ശറയിൽ വിജയിക്കുന്നവരിൽ ഉൾപ്പെടാൻ നാം പരമാവധി പരിശ്രമിക്കുക. നാഥൻ അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ പള്ളിയുടെ തൊട്ടടുത്തുള്ള അബൂബക്കർ സാഹിബ്, അദ്ദേഹത്തിന് അല്ലാഹു തആല മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ഈ പള്ളിക്ക് വേണ്ടി ഒരുപാട് സംഭാവനകളും ഒരുപാട് കാര്യങ്ങളുമൊക്കെ അദ്ദേഹം ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ വീട് ഖുർആനിന്റെ പഠനത്തിന് സ്ത്രീകൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ വീടിന്റെ ഒരു ഭാഗമൊക്കെ വിട്ടുകൊടുക്കുകയും അതിനെ അദ്ദേഹം സൗകര്യം ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങളിൽ, നന്മയിൽ അദ്ദേഹം ജീവിതകാലത്ത് ജീവിക്കുവാൻ പരിശ്രമിച്ചിട്ടുണ്ട്. നാഥ, അദ്ദേഹത്തിൽ നിന്നും അതെല്ലാം സ്വീകരിച്ച് അനുഗ്രഹിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ബർസഖി ലോകം സന്തോഷമുള്ള പ്രകാശപൂരിതമായ ഒരു ലോകമാക്കി നീ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. അദ്ദേഹത്തിന് അറിഞ്ഞും അറിയാതെയും വന്നുപോയ പാപങ്ങൾ അദ്ദേഹത്തിന് നീ പുറത്തു മാപ്പാക്കി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നാളെ ഞങ്ങളും മരണപ്പെടുന്ന അവസരത്തിൽ ഞങ്ങളെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്നും വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ റബ്ബേ നിന്റെ മഹത്തായ മഗ്ഫിറത്ത് കൊണ്ട്, മഹത്തായ റഹ്മത്ത് കൊണ്ട് നീ ഞങ്ങൾക്കേവർക്കും പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ,
ഏറ്റവും നല്ല മരണം നീ ഞങ്ങൾക്ക് സമ്മാനിക്കണം റഹ്മാനെ. ഏറ്റവും പ്രയാസമില്ലാത്ത മരണങ്ങൾ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിലുള്ള സ്വാലിഹീങ്ങളുടെ മരണമായി നീ ഞങ്ങളുടെ മരണത്തെ മാറ്റി അനുഗ്രഹിക്കണം റഹ്മാനെ. ബർസഖിലും പരലോകത്തിലും വിജയിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്നും ഹൗദുൽ ഖൗസർ ഏറ്റുവാങ്ങി അത് കുടിച്ച് സ്വർഗീയാരാമങ്ങൾ കഴിയുവാൻ ഭാഗ്യം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, അവർ അനുഭവിക്കുന്ന യാതനകൾ ഈ ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വരെ ലോകം കാണാത്ത ക്രൂരതയാണ് അവരുടെ മേലെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. റബ്ബേ, അവർക്ക് സംരക്ഷണമേകാൻ നീയല്ലാതെ ഒരു ശക്തിയുമില്ല റബ്ബേ, നീയല്ലാതെ ഒരു ശക്തിയുമില്ല റബ്ബേ. ആ ഫലസ്തീനിലെ കരയുന്ന കുരുന്നുകൾ പുഞ്ചിരിക്കുന്ന ഒരു കാലം റബ്ബേ നീ അവർക്ക് സമ്മാനിക്കണ റഹ്മാനെ. اللهم انصر إخواننا في فلسطين، اللهم انصر إخواننا في غزة، اللهم ثبت أقدامهم، اللهم اكشف ضر عن إخواننا في فلسطين، اللهم اشف جرحاهم، اللهم تقبل شهداهم، اللهم إنهم جوع أطفالهم، اللهم إنهم جوع فأطعمهم، اللهم إنهم جوع فأطعمهم. അല്ലാഹുവേ, അവർക്ക് നീ സ്ഥൈര്യം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അവരനുഭവിക്കുന്ന വിശപ്പിന് നീ ഭക്ഷണം നൽകി അനുഗ്രഹിക്കണ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നഹും മദ്ലൂമൂന ഫൻസുർഹും, അല്ലാഹുമ്മ ഇന്നഹും മദ്ലൂമൂന ഫൻസുർഹും, അല്ലാഹുമ്മ ഇൻസുർഹും അലാ അഅദാഇഹിം നസ്റൻ കാമില, അല്ലാഹുമ്മ അഹ്ലിക് قوة الصهيونيين محتلين، اللهم احلك قوة الصاحين المحتلين، اللهم دمر جيش الصهيوني، اللهم دمر جيش الصهيوني، اللهم انزل عليهم عذابك، اللهم اعنهم لعنا كبيرا، اللهم شتت شملهم، اللهم فرق جملهم، اللهم اجعل بيوتهم عليهم ردما، اللهم اجعل قنابلهم عليهم دمدما، اللهم حرر مسجد الأقصى من دنس اليهود، من دنس اليهود، اللهم حرر المسجد الأقصى من دنس اليهود الصهيونيست، اللهم حرر مسجد الأقصى من دنس اليهود الصهيونيست، اللهم أخرج منهم صهيونيستين أذلة صاغرين، اللهم أعز الإسلام والمسلمين، اللهم أعز الإسلام والمسلمين، اللهم تقبل منا دعاءنا إنك أنت السميع العليم، ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم، سبحانك ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله رب العالمين.